ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്, ഇതെല്ലാം സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഞാനിന്ന് നല്ല ഇടിവെട്ടി അയില വന്നിട്ടുണ്ട്. അതൊക്കെ കാണിച്ചത് ബമ്പ അയിലാണ്, കുത്തമുട്ട അയില, പിന്നെ ചിക്കന്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തിണ്ട. അയിലൻ്റെ ആ തലയാണ് 6 അയില, 6 ആൾക്ക് ഓരോന്ന് എടുത്തിട്ട് തലഭാഗം കട്ട് ചെയ്തിട്ട് കറിയൊക്കെ എടുത്ത് വെച്ചാൽ. പിന്നെ ഇത് നമ്മളെ മുതലാളിക്ക് ബാലൂനെന്ന് പറയും, നമ്മളെ അമൂറൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ മസാല ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മീൻ അമൂറ് ബാലൂനുണ്ടല്ലോ, മുതലാളിക്കുള്ള ബാബാക്കുള്ള സാധനം നല്ല കഴുകി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നമ്മളൊരു മസാല ചേർക്കാൻ പോകാം. ഇത് വെള്ളത്തിൽ പുഴുങ്ങാനുള്ളതാണ്. സിബന്ത്, മല്ലിച്ചപ്പ്, പിന്നെ അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റാക്കിയിട്ട് ചെറുനാരങ്ങ നീര് ഇതിൽ നല്ല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം വെക്കുന്നിട്ട് ആ വെള്ളത്തിലിട്ട് പുഴുങ്ങും. ഇത് നമുക്കുള്ള അയില. ആവിൻ്റെ മോനെ കിടിലൻ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ബാക്കി തിന്ന് നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അമൂറുണ്ടല്ലോ ബാലൂന്, അതിലേക്കുള്ള മസാല ഉണ്ടത്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ഒരു ഉള്ളി കട്ട് ചെയ്ത്, ഉപ്പ്, കല്ലുപ്പ്, പിന്നെ ഇതിലേക്കുള്ള മസാല കുവൈത്തി മസാല എന്നൊക്കെ പറയും, മദ്രാസ് കാര്യം, അതൊക്കെ കൂടി ഇട്ടിട്ട് നല്ല ചൂടാക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് വെള്ളം ഒഴിച്ചത് ഈ പാകം വരെ വെള്ളം ഒഴിക്കും. നല്ല തിളച്ച് കുറേ സമയം ഇതിൻ്റെ സത്തുകളൊക്കെ ഇതിൽ ഇറങ്ങിയതിന് ശേഷം ആ മീൻ ഇതിലിട്ടിട്ട് പുഴുങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഏകദേശം ഇങ്ങനെ ഇപ്പോൾ തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഇപ്പോൾ 10:20 12 മണി 12:30 നമ്മളിതിലിട്ടിട്ട് പുഴുങ്ങിയിട്ട് എന്ത് ചെയ്യും, അത് ഒരു 5 മിനിറ്റ് മറിച്ചിട്ടും 5 മിനിറ്റ് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ച് 5 മിനിറ്റ് പുഴുങ്ങും. പുഴുങ്ങിൻ്റെ ശേഷം നമ്മളാണ്ട് സാധനം എടുത്തിട്ട് ഇതേമാതിരി പുറത്തെടുത്ത് വെക്കുക. പുറത്തെടുത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യും, നമ്മളെ നൂലുണ്ടല്ലോ, നൂല് കാണിച്ചത് ഈ നൂല് കൊണ്ട് റൗണ്ടായിട്ട് ചുറ്റിൻ്റെ ശേഷം നമ്മൾ പുഴുങ്ങൽ. അപ്പം എന്താ, ചുറ്റിയിട്ടില്ലാണ്ടെങ്കിൽ ഇത് പൊളന്നിങ്ങനെ കിടക്കും. അപ്പോൾ ഉള്ളത്തെ മസാല ഒക്കെ പോകും. അപ്പോൾ എന്ത് ചെയ്യും, ചുറ്റിയിട്ടാണ് നമ്മളിതിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങുക. എന്നിട്ട് പൊരിക്കാൻ നേരത്ത് എടുത്തതിന് ശേഷം നൂല് കട്ട് ചെയ്തതിന് ശേഷം മേലെ ലേശം മൈദപ്പൊടി വിതറും, അത് അടി പിടിക്കാതിരിക്കാൻ 2 സൈഡിലും. എന്നിട്ടും അതിലിട്ടിട്ട് പൊരിച്ചതിന് ശേഷം ഈ വെള്ളത്തിൽ ചോറ് വെക്കും. ചോറ് വെച്ചതിന് ശേഷം ഊറ്റിൻ്റെ ശേഷം പൊരിച്ച് ഇത് നമ്മളെടുത്തിട്ട് എടുത്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അൽനൂറ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പരിപാടികൾ. അപ്പോൾ ഞാനിത് നിർത്താൻ പോകണ്ട, ഇനി ഫുൾ ടൈമില്ല. ഓക്കെ.